പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സായാഹ്നത്തിൽ ഈശോയുടെ മുന്നിൽ നമ്മളായിരിക്കുമ്പോൾ ഇന്ന് ലഭിച്ച എല്ലാ കൃപകൾക്കും കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. സങ്കീർത്തനം 115:1 ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. ആരുടെ നാമത്തിനാ? കർത്താവിൻ്റെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത്. നമ്മൾ ഈശോയ്ക്ക് മഹത്വം കൊടുക്കാറുണ്ടോ? മഹത്വം കൊടുക്കണം കേട്ടോ. എല്ലാ കാര്യത്തിലും കർത്താവിന് മഹത്വം കൊടുക്കണം. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേക്കാൻ പറ്റിയത് കർത്താവിൻ്റെ കരുണ കൊണ്ടാ. മഹത്വം കൊടുക്കണം. പഠിക്കാൻ കഴിഞ്ഞത്, അധ്വാനിക്കാൻ കഴിഞ്ഞത്, യാത്ര ചെയ്യാൻ കഴിഞ്ഞത്, സംസാരിക്കാൻ കഴിഞ്ഞത്, സ്നേഹിക്കാൻ കഴിഞ്ഞത്, ഭക്ഷിക്കാൻ കഴിഞ്ഞത് എല്ലാം കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാ. കർത്താവിന് മഹത്വം കൊടുക്കണം. ആരോഗ്യമുള്ളത് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാ. അഹങ്കാരം നമ്മുടെ തലയിൽ ഒരിക്കലും കയറരുത്. ആരാണ് അഹങ്കാരി എന്ന് ചോദിച്ചാൽ സ്വന്തം ഉയർച്ചയിൽ നേട്ടത്തിന് കർത്താവിന് മഹത്വം കൊടുക്കാത്ത ഒരാളാ. കർത്താവിന് മഹത്വം കൊടുക്കാറുണ്ടോ? നീ ചിന്തിക്കുക. കർത്താവിന് എല്ലാറ്റിനും മഹത്വം കൊടുക്കണം. നമുക്കറിയാമല്ലോ, ലൂക്കാസ് സുവിശേഷത്തിൽ ചുങ്കക്കാരനും പരിസയനും, ചുങ്കക്കാരൻ മഹത്വം കൊടുത്തത് കർത്താവിനാ. ചുങ്കക്കാരൻ പറഞ്ഞു, ഞാൻ പാപിയാ കർത്താവ്, എങ്ങയുടെ നേരെ നോക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവിടുത്തെ മഹത്വത്തിലേക്ക് നോക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് മാറത്തടിച്ച് നിലത്ത് വീണ പ്രാർത്ഥിച്ചു. പരിസയൻ എന്ത് ചെയ്തു? നടുനിവർത്തി നിന്നു. അവൻ അഹങ്കാരത്തോടെയോ പ്രാർത്ഥിക്കണേ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ കപ്പം കൊടുക്കുന്നവനാണ്, ഞാൻ പാപിയൊന്നുമല്ല, നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവനാണ്. സ്വയം ന്യായീകരിക്കുകയാണ്. ദൈവത്തിനെ അവന് ആവശ്യമില്ല. അവന് ദൈവത്തെ ആവശ്യമില്ലെന്നേ. അവൻ തന്നെ അവനെ തന്നെ ദൈവമാക്കി വെച്ചേക്കുക. ഒരു മഹത്വം ദൈവത്തിന് കൊടുക്കുന്നില്ല. അങ്ങനെ ആവരുത്. നമ്മൾ എല്ലാ കാര്യത്തിനും, മക്കൾക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ജോലിക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആരോഗ്യത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ശ്വസിക്കാനുള്ള കൃപ തന്നതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുക, ശമ്പളം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുക, ബാങ്ക് ബാലൻസിന് ദൈവത്തിന് നന്ദി പറയുക, വാഹനങ്ങൾ നൽകിയ ദൈവത്തിന് നന്ദി പറയുക, ആരോഗ്യം നൽകിയതിന് ദൈവത്തിന് നന്ദി പറയുക, ഇന്ന് ജീവിക്കാൻ കഴിഞ്ഞത് ദൈവത്തിന് നന്ദി പറയുക. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നീ സായാഹ്നത്തിൽ ഈശോയോട് പറയണോട്ടോ, ഈശോയെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഒരുപാട് നന്ദി ഇന്ന് കാത്തു പരിപാലിച്ചതിന്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കിടന്നുറങ്ങാൻ എനിക്ക് നിനക്കൊക്കെ സാധിക്കട്ടെ എന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. താങ്ക് യു ജീസസ്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.